ഹലോ. അപ്പോൾ ഇന്നെന്താണ് ഞാൻ ഈ ഒരു കുട്ടികളെ ടോയൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത് എന്നാണോ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്? അപ്പോൾ ഈ ഒരു ടോയ് വാങ്ങിയ സമയത്ത് എനിക്കുണ്ടായ ഒരു ബോധോദയത്തിൻ്റെ അതിൻ്റെ ഒരു കഥയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഹായ് ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇതുപോലെയുള്ള ടോയ്സൊക്കെ വെച്ച് നമുക്ക് തന്നെ ഇങ്ങനെ കളിക്കാൻ നല്ല രസമല്ലേ? പല റീൽസും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എത്ര നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാലും നമ്മളെ മക്കളൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മളെ ഫോണിലല്ലെങ്കിലും നമ്മളെ പാരൻസിൻ്റെയോ സിസ്റ്റേഴ്സിൻ്റെയോ ഒക്കെ ആയിട്ട് ഫോണിൽ ഇന്ന് പല റീൽസും കാര്യങ്ങളും ഒക്കെ കാണും അല്ലേ? അങ്ങനെ എൻ്റെ മോൾക്ക് 5 years ഓൾഡാണ്. അവളും ഇതുപോലെ റീൽസിലൂടെ ഈ ഒരു സംഭവം കണ്ടു കേട്ടോ. ഈ ഒരു സംഭവം കണ്ട് ഇതിന് മുന്നേ ഇങ്ങനെ ഇക്കൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, പപ്പേ എനിക്ക് ചെവിയുള്ള ടോയ് വേണം, അതിങ്ങനെ നിൽക്കുമ്പോൾ ചെവി ഇങ്ങനെ മേലോട്ട് പൊങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ചപ്പലോ എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഈ ഒരു ടോയ് ആ ഷോപ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പം അത് ഷോപ്പിൽ കണ്ടപ്പോൾ മുതൽ തന്നെ അവൾ പറയാ, ഈ ടോയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതെനിക്ക് മേടിച്ച് തരുമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്നും മേടിക്കാൻ പറ്റില്ല, കുട്ടികൾ പറയുമ്പോഴേക്കും എല്ലാ സാധനവും മേടിച്ചു കൊടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നത്, കുറേ ടോയ്സൊക്കെ മേടിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യമാണെന്നുള്ള രീതിയിലോട്ട് എന്നെ സമ്മതിച്ചു തന്നെയില്ല കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഇല്ല, അത് വാങ്ങിത്തരില്ല എന്ന് തന്നെ പറഞ്ഞു. കാരണം ഇവൾ ഈ ടോയോട് ഇത്രയും ആഗ്രഹിച്ച കാര്യമൊന്നും എനിക്കറിയില്ല. അവൾ ഇക്കൻ്റെ അടുത്താണ് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇനിയിപ്പോൾ പല സാധനങ്ങളും അങ്ങനെ ഓൺലൈനിൽ കാണാം, അതെല്ലാം വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് അഫോർഡബിൾ ആയിരിക്കില്ല പല സംഭവങ്ങളും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അത് മേടിച്ചു തരാൻ പറ്റില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കാരന് ആ സാലഡി വാങ്ങി കൊടുക്കുക, ചെറിയ വിലയല്ലേ ഉള്ളൂ, 60 രൂപ 70 രൂപ എങ്ങാനും ഉള്ളൂ, സോ അത് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങി കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇക്കൻ്റെ അടുത്ത് നിന്ന് പോയ സമയത്ത് ഞാൻ ഇക്കൻ്റെ അടുത്ത് ചോദിച്ചു, അതെന്തിനാണ് മേടിച്ചു കൊടുത്തത്? ടോയ്സൊക്കെ വെറുതെ മേടിച്ച് അവിടെ ഇടുക എന്നല്ലാണ്ട് കുട്ടികൾ അത് വെച്ച് കളിക്കൊന്നുമില്ല. അപ്പോൾ അതെന്തിനാണ് മേടിച്ചു കൊടുത്തതെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞൊരു മറുപടി അതെന്നെ വല്ലാണ്ട് ഹേർട്ടാക്കി. എനിക്കത് കൊണ്ടു. അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളെ ഓരോ പ്രായം ഉണ്ടാവും അല്ലേ? ചെറുപ്പത്തിൽ നമുക്ക് കിട്ടേണ്ട ചില സംഭവങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റും, നമുക്ക് അഫോർഡബിൾ ആയിരിക്കും. പക്ഷേ അത് ആ പ്രായത്തിൽ അതിന് വാല്യൂ ഉള്ളൂ അല്ലേ? കിട്ടേണ്ട സാധനം കിട്ടേണ്ട സമയത്ത് കിട്ടണം. ഇപ്പോൾ ചെറുപ്പത്തിൽ ഈ ഒരു സംഭവം അവൾ ആഗ്രഹിച്ചു, അവൾക്ക് അത് എന്താ പറയുക, ഞാൻ മേടിച്ചു കൊടുത്തില്ല, ഞാൻ മേടിക്കാൻ സമ്മതിച്ചില്ല, അവൾ എക്സ്പീരിയൻസ് ചെയ്തില്ല. ബാക്കി കുട്ടികളൊക്കെ അത് വെച്ച് കളിക്കുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ കുട്ടികൾ ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് റീൽസൊക്കെ കാണുന്നതുകൊണ്ട് പല തരത്തിലുള്ള സംഭവങ്ങളും അവരുടെ ഉള്ളിലിങ്ങനെ ആഗ്രഹം ഉണ്ടാവും അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നല്ലേ. അപ്പോൾ എൻ്റെ മോളെ മനസ്സിൽ എന്തുണ്ടാവും, ഈ ഒരു ആഗ്രഹം അവിടെ ഉണ്ടാവും. പക്ഷേ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് അവൾക്ക് തന്നെ അത് വാങ്ങാൻ പറ്റുമായിരിക്കും. അവൾക്ക് തന്നെ ഷോപ്പിൽ പോയിട്ട് ക്യാഷ് കൊടുത്ത് അവളെ സ്വന്തം ക്യാഷിൽ തന്നെ അത് വാങ്ങാൻ പറ്റുമായിരിക്കും. പക്ഷേ അന്ന് അവൾക്ക് വാങ്ങാൻ തോന്നുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു പ്രായത്തിൽ, നമ്മളൊക്കെ ഒരു പ്രായത്തിൽ നമുക്കിതുപോലെ എന്തെങ്കിലും ടോയ് കണ്ടിട്ട് അത് വാങ്ങണം, വീട്ടിൽ പോയി കളിക്കണം, ഇങ്ങനെയൊന്നും തോന്നൂലല്ലോ അല്ലേ? ആ ഒരു പ്രായത്തിൽ കിട്ടുമ്പോഴേ അതിന് വാല്യൂ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്തെങ്കിലും ഇങ്ങനെ പറയാൻ കാരണം? അപ്പോൾ എന്നോട് പറഞ്ഞേ, ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് എനിക്ക് സൈക്കിളിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഭയങ്കര ആഗ്രഹം പറഞ്ഞാൽ സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ റെൻറ്റിനൊക്കെ എടുത്തിട്ട് സൈക്കിൾ എടുത്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ എന്തോ ചില്ലറ എന്തോ കൊടുത്തിട്ട് മണിക്കൂറിനാണേ. അപ്പോൾ അങ്ങാടിയിൽ നിന്ന് ഇത് വാങ്ങിയിട്ട് ഇത് ഈ തോട്ടുവക്കത്ത് കൂടെ വന്നിട്ട് വീട്ടിലോട്ട് അന്ന് വഴിയൊന്നുമില്ല, ഒരു കുന്നിൻ്റെ മേലെ. ഇപ്പോൾ ഇതൊരു കുന്നാണ്, പക്ഷേ മുന്നേ നമുക്കിപ്പോൾ മുറ്റം വരെ ടാർട്ടർ ഇതിട്ട റോഡൊക്കെ ഉണ്ട്, സാധാ കോൺക്രീറ്റ് ചെയ്ത റോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ ഉണ്ട്, അന്നത്തെ കാലത്ത് അതൊന്നുമില്ല. താഴെ ഒരു തോട്ടുവക്കത്തിലൂടെ ആ സൈക്കിൾ ഉമ്മാനെ കാണിക്കാൻ വന്ന് തിരിച്ചവിടെ പോയപ്പോഴേക്കും എന്തായി, ഇത് തിരിച്ചു കൊടുക്കാനുള്ള സമയമായ ഒരു എന്താ പറയുക കഥയൊക്കെ ഇക്ക എന്നോട് പറഞ്ഞു കേട്ടോ. പക്ഷേ അന്ന് അതൊക്കെ അതിലും കൂടുതൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ആളായി നിൽക്കുക. അപ്പോൾ പല സാധനങ്ങളും ഇങ്ങനെ അമർത്തി വെച്ചു. പക്ഷെ ഇന്നിപ്പോൾ അതിൽ പലതും മേടിക്കാൻ പറ്റും. പക്ഷെ അത് യൂസ് ചെയ്യുന്ന ആ സമയം കഴിഞ്ഞില്ലേ, അതിനോടുള്ള ആ ഒരു പൂതി കഴിഞ്ഞു. അങ്ങനെ ആയിരിക്കും ഒട്ടുമിക്ക കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ആ ഒരു പ്രായത്തിൽ കിട്ടിയിട്ടേ അതിന് കാര്യമുള്ളൂ. അപ്പോൾ നമ്മളെക്കൊണ്ട് അഫോർഡബിൾ ആണെങ്കിൽ, നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ കേട്ടോ. അല്ലാതെ നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അറിയിക്കാതെ മക്കളിങ്ങനെ പാമ്പർ ചെയ്യണമെന്നല്ല.
അവർക്ക് വലിയ ആഗ്രഹമൊക്കെ ആണെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള വാശിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് മേടിച്ചൊക്കെ കൊടുക്കുമ്പോൾ അതവരെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും. ചിലതുണ്ടാവില്ല, ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ ഉണ്ടാവില്ല. പക്ഷേങ്കിലും ആ ഒരു മേടിച്ച് കൊടുക്കാത്ത സംഭവങ്ങൾ എന്തായാലും അവരെ മനസ്സിലുണ്ടാവും. നമ്മൾ അവരോട് മോശമായിട്ട് ബിഹേവ് ചെയ്തത്, അതായത് നമുക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കാം. എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇപ്പോഴും അങ്ങനത്തെ പാരൻസൊക്കെ ഉണ്ട്. അതായത് ചില മക്കൾ പറയും, എനിക്ക് എൻ്റെ ഉപ്പ ഒരു മിഠായി മേടിച്ച് തന്നത് എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ എന്നെ മടിയിലിരുത്തിയത് എനിക്ക് ഓർമ്മയില്ല, എനിക്കൊരു ഉമ്മ തന്നത് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഉമ്മ ഒന്ന് ഹഗ് ചെയ്തിട്ട് എത്ര കാലമായിരുന്നു എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പോഴത്തെ പാരൻസ് കുറേയൊക്കെ മക്കളായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡൊക്കെയാണ്. പക്ഷേങ്കിലും പഴയ പേരൻസ് ആ ഒരു ബന്ധം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ പാരൻസ് മാറി ചിന്തിക്കേണ്ട ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെ സ്നേഹം ഫുള്ള് കൊടുത്ത് നമ്മൾ മക്കളെ, ചിലപ്പോൾ ചില പാരൻസ് വളരെ എല്ലാം മുറിയെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നുണ്ടായിരിക്കും, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ആ കുട്ടികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം കൊടുക്കുന്ന മാത്രം ആളായിട്ട് മാറും പാരൻസ് തന്നെ അങ്ങനെ ആവരുത്. അവർ എന്ത് കാര്യങ്ങളും പാരൻസിൻ്റെ മുന്നിൽ വന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബന്ധം മക്കളായിട്ട് എപ്പോഴും ഉണ്ടാക്കാൻ പാരൻസ് ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഞാൻ വലിയ കുട്ടികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പാരൻസിനെ കുറിച്ചിട്ടോ ഒന്നുമല്ല, എൻ്റെ അനുഭവങ്ങൾ. അതുപോലെ ഞാൻ എപ്പോഴും ചുറ്റുമുള്ള പാരൻസിനെ ഇങ്ങനെ നിരീക്ഷിക്കും കേട്ടോ. നല്ല പാരൻസ്, നല്ല സ്നേഹത്തോടെ മക്കളെ ഗൈഡ് ചെയ്യുന്ന പാരൻസിൻ്റെ മക്കളിൽ നല്ല ക്വാളിറ്റീസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോകാറുണ്ട് കേട്ടോ. പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഞാൻ ഏസുവിനെ തല്ലിപ്പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് അവളെ കുറ്റം കൊണ്ടല്ല എന്ന് പലപ്പോഴും ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അവൾ ചെയ്യുന്ന വലിയ തെറ്റിനൊന്നും ഞാൻ പണിഷ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ചീത്ത പറയുക തല്ല് ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ചില ചെറിയ തെറ്റിന് എനിക്ക് ഒരുപാട് ആ ഒരു തെറ്റിനേക്കാളും വലിയ ദേഷ്യം വന്ന് ഞാൻ അടിയിലോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സത്യത്തിൽ ആ അടിയിലോട്ടൊക്കെ പോയ മറ്റ് സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലതും അവൾ ചെയ്ത തെറ്റിനേക്കാളും എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയായിരുന്നു ആ ഒരു തെറ്റിലോട്ട് ഞാൻ പോകാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര കുറ്റബോധമൊക്കെ തോന്നാറുണ്ട്. നമ്മൾ മനുഷ്യരാണ്, പല തെറ്റുകളും നമ്മളെ സൈഡിൽ നിന്ന് വരും അല്ലേ. പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ടായിരിക്കും, പെട്ടെന്ന് സങ്കടം വരുന്നവരുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മളെ നിയന്ത്രിക്കാൻ നോക്കുക. അവർ തെറ്റിലോട്ട് പോകുമ്പോൾ ആ ഒരു ശിക്ഷ, ആ ഒരു പണിഷ്മെൻറ്റ് അത് അവർ അർഹിക്കുന്നുണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് മനസ്സിൽ ചോദിച്ചതിന് ശേഷം മാത്രം പണിഷ്മെൻറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്നാലും പല സമയത്തും എൻ്റെ അടുത്ത് നിന്ന് കയ്യിൽ നിന്ന് പോകാറുണ്ട്. നിങ്ങളുടെയൊക്കെ അവസ്ഥ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ എന്താ പറയുക, ഓരോ വട്ടവും ഫിൽട്ടർ ചെയ്ത് നമ്മൾ നല്ലൊരു വേർഷൻ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കണം അല്ലേ. അങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ നല്ല വേർഷൻ നമ്മളെ മക്കളെ മുന്നിൽ, എവിടെ സമൂഹത്തിന് മുന്നിലൊക്കെ ഫിൽട്ടർ ചെയ്ത് നമ്മളെ നല്ലൊരു വേർഷൻ പ്രസൻറ്റ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ല ഒരു പാരൻറ്റിങ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, മക്കളും അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു ബോണ്ട്, അത് നല്ല ബ്യൂട്ടിഫുള്ളായ തന്നെ വീടൊരു സ്വർഗ്ഗമായിരിക്കും. എല്ലാവർക്കും നല്ല സ്വർഗ്ഗങ്ങൾ പണിയാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, നല്ല കമൻറ്റുകൾ ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ്